അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മോമിനാത്തുകളെ, പരിശുദ്ധമായ ഹജ്ജിന് പോയ ഹാജിമാർ നാട്ടിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞതായി കാണാം. ഒരു മനുഷ്യന്റെ ഹജ്ജ്, നാം എത്രയോ കാശ് ചെലവാക്കിക്കൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും പോകുന്നത്. ആ ഹജ്ജും ഉംറയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചില അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയാണ്? ഹജ്ജും കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതിന് ശേഷം അവന്റെ ജീവിതം മുമ്പത്തിനേക്കാൾ വളരെ നല്ലതായിട്ട് അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ട് എങ്കിൽ അവൻ ചെയ്ത ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. അതല്ല, അവൻ ഹജ്ജും കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതിന് ശേഷം വെറും തിന്മയും തെറ്റിലും മാത്രം അവൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, അവൻ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ അവന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഒരു ഹജ്ജും കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചാൽ, പേരോടുകൂടി ഹാജി എന്ന് കൂട്ടാണ്ട് വിളിച്ചാൽ ദേഷ്യപ്പെടുകയും മുഖം കറുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഹാജിമാരുടെ ഹജ്ജ് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിന് വേണ്ടി അല്ല. അതുകൊണ്ട് ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അടയാളമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോയ മുഴുവൻ ആളുകളും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ, റാഹത്തോടുകൂടി തിരിച്ചു വരാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും നന്മകൾ എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.